ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലൈഡുട്ടന് ഗോൾഡ് എടുക്കാൻ പോവുകയാണ്. അവൻ്റെ മാമോദീസ ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ഇടാം കേട്ടോ. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, മാമോദീസ കഴിഞ്ഞിട്ട് ക്ലൈഡുട്ടന് ഗോൾഡ് എടുക്കണം. പിന്നെ നമ്മൾ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് ഇന്നത്തെ പോക്കിന്. ക്ലൈഡുട്ടൻ്റെ മാമോദീസ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പോകുന്ന പള്ളി ചെട്ടിക്കാട്ട് പള്ളിയാണ് കേട്ടോ. ഞങ്ങൾ ഇതിനു മുമ്പ് ആ പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പം ക്ലൈഡുട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവനുണ്ടാകുന്ന സമയത്ത് ഞങ്ങളിവിടെ വന്നേക്കാമെന്ന് പുണ്യാളിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ഒരുമിച്ച് ഞാനും അമ്മച്ചിയും ക്രിസ്റ്റിനും കൂടെ പോവുകയാണിന്ന്. ആദ്യം ഞങ്ങൾ ഗോൾഡ് എടുക്കാനാണ് പോയത്. നമ്മളിവിടെ പറവൂർ തന്നെയുള്ള ലക്ഷ്മി ജുവലേഴ്സിലാണ് കേട്ടോ പോയത്. അവിടെ അത്യാവശ്യം പണിക്കൂലിയൊക്കെ വലിയ കുറവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് കാരണം ഇവിടെ അമ്മച്ചിയൊക്കെ അവിടെ നിന്ന് സ്ഥിരം ഗോൾഡൊക്കെ എടുക്കാറ്. അത് കാരണം ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. പിന്നെ പോയ സമയത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ക്ലൈഡുട്ടൻ തണുപ്പൊക്കെ അടിച്ച് നന്നായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. കാരണം അവനെയും കൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല, കരച്ചിലും ബഹളവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് വള എടുക്കാം, നല്ല വള, പിന്നെ കാൽത്തള എടുക്കണം എന്നുണ്ടായിരുന്നു. അവൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാൽത്തള. നല്ല രസമല്ലേ കാൽത്തള ഇങ്ങനെ കിടക്കണതാണ്, നല്ല ഉരുണ്ടിരിക്കണേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ എടുക്കാമെന്ന് ഓർത്ത് പോയതാണ്. പക്ഷെ വള ഞങ്ങൾക്ക് നോക്കിയപ്പം കൂടുതലും പെൺപിള്ളേരുടെ വളകളാണുള്ളത്. പിന്നെ മറ്റേ ഒരു വള കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം പിന്നെ ഞങ്ങൾ വളയ്ക്ക് പകരം ചെയിനാണ് കേട്ടോ എടുത്തത്. ചെയിനും പിന്നെ ക്ലൈഡുട്ടന് 2 കുഞ്ഞി കാൽത്തളയും വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഈ ക്ലൈഡുട്ടൻ എന്ന് പറയുന്നത് നമ്മൾ ഇവൻ്റെ പേരിട്ട കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലേ. നമ്മൾ പേരിട്ടേക്കുന്നത് ക്ലൈഡ് ഫ്രിസ്റ്റിൻ ആണ് കേട്ടോ. CLYDE ആണ് കേട്ടോ ക്ലൈഡ്. ഇത് ഫ്രിസ്റ്റിൻ തന്നെ കണ്ടുപിടിച്ച പേരാണ് കേട്ടോ. ആരെങ്കിലും പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിക്കണം എന്നുള്ള രീതിയിൽ കേട്ടോ. ഫ്രിസ്റ്റിൻ്റെ പേരും അങ്ങനെയാണല്ലോ, FRISTIN. അപ്പോൾ ഇതും വെറൈറ്റി പേര് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ലൈഡ് എന്നാണ് കേട്ടോ ഇട്ടത്. സിമ്പിൾ പേരാണ്. പിന്നെ ഞങ്ങളുടെ എൻ്റെ കാൽത്തള വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ ഇടിയിപ്പിക്കുകയാണ് കേട്ടോ. എനിക്ക് അവിടെ നിന്ന് തന്നെ ഇട്ട് കാണണമെന്ന് ആഗ്രഹമായിരുന്നു. അത് മാത്രമല്ല, ഇത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ കുറച്ച് പാടാണ്, അതിൻ്റെ ആ 2 അറ്റത്തുള്ള സംഭവങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിടുവാണെങ്കിൽ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അതേ പണിത് അത് ഒടിഞ്ഞ് പോകണ്ടല്ലോ. ഇതിപ്പോൾ ഇവൻ 2-3 തവണ കാലിട്ട് ഇങ്ങനെ അടിച്ച് കഴിയുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും കാലിൽ കിടക്കട്ടെ, നല്ല രസം, നല്ല ഭംഗിയല്ലേ. പൊട്ടിപ്പോകുമ്പോൾ നമുക്ക് വേറെ വാങ്ങിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഇതിടിപ്പിച്ചു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനും യൂട്യൂബ് ചാനലുണ്ടായിരുന്നിട്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കൂല. അപ്പം ക്രിസ്ത്യൻ പറഞ്ഞു ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, യൂട്യൂബ് ചാനലുണ്ട്, വീഡിയോ വരുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഞങ്ങളവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനും യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. ഞങ്ങളുടെ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഇതേ എന്നാൽ പിന്നെ തളയിടിപ്പിച്ചെന്നാൽ പിന്നെ കയ്യിൽ ചെയിനും കൂടി ഇട്ടേക്കാം. നമ്മൾ ആദ്യമായിട്ട് പള്ളിയിൽ പോകല്ലേ ക്ലൈഡുട്ടനെ കൊണ്ട്. അപ്പോൾ സ്വർണ്ണമൊക്കെ ഇട്ട് ക്ലൈഡുട്ടൻ നല്ല മിടുക്കനായിട്ട് പോകട്ടെ എന്നോർത്ത് ഗോൾഡൊക്കെ ഇടിപ്പിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ അമ്മച്ചി ഗിഫ്റ്റൊക്കെ ചോദിച്ച് വാങ്ങിച്ചോട്ടോ. എന്തോ ഗ്ലാസ്സോ അങ്ങനെ എന്തൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടിയത്. അതൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കല്യാണത്തിൻ്റെ മോതിരം കുറച്ച് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിനൊന്ന് കുറച്ച് വട്ടം, എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് വണ്ണം വെച്ചു. അത് കാരണം കുറച്ച് കയറാൻ വലിയ പാടായിരുന്നത്. ഞങ്ങൾ അവിടെ താഴെ തന്നെയുള്ളൊരു തട്ടാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അതിന് കുറച്ച് വണ്ണമൊക്കെ കൂട്ടി കേട്ടോ. അപ്പം അത് കാരണം അതിപ്പം കയ്യിലിടാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവൻ നല്ല ഉറക്കമാണ് കേട്ടോ. ഇവനൊന്നും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഗോൾഡ് എടുത്തു കഴിഞ്ഞപ്പോൾ 4 മണിയൊക്കെ ആയി കേട്ടോ. അപ്പം ഞങ്ങൾ ഓർത്തു 4 മണിയൊക്കെ ആയില്ല, ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് ഒന്ന് ക്ലൈഡുട്ടൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പിന്നെ ബഹളമായിരിക്കും. അപ്പോൾ ഓർത്തു കുറച്ച് കഴിഞ്ഞ് വീട്ടിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും പോകാമെന്ന് ഓർത്തു. അത് ഞങ്ങൾ വീട്ടിൽ പോയി ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ വീട്ടിലോട്ട്. അപ്പം ഞങ്ങൾ ആ സമയം കൊണ്ട് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും പോകുന്നത്. 5:30 ആയപ്പോഴത്തേനും അവിടെ പള്ളിയിൽ ചൊവ്വാഴ്ച കേട്ടോ ഞങ്ങൾ പോയി. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ഞാനിത് എഡിറ്റ് ചെയ്യാൻ മടിയുള്ളതുകൊണ്ട് പിന്നെ സമയവും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം തികയുന്നില്ല. അത് കാരണം ഞങ്ങൾ എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെ ഇട്ടേക്കുമായിരുന്നു കേട്ടോ. ചൊവ്വാഴ്ച ആയതുകൊണ്ട് അവിടെ കുർബാനയും നൊവേനയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടാനായിട്ട് ഞങ്ങൾ 5 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ആ സമയത്ത് വലിയ മഴയും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ക്ലൈഡുട്ടൻ ഇനിയിപ്പോൾ മാമോദിസ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇടയ്ക്കൊക്കെ പുറത്ത് പോകും കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്ക് പുറത്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അവന് ഇഷ്ടമാണ് ഇങ്ങനെ പുറത്ത് പോകുന്നത്. അപ്പം ഞങ്ങളിത് ക്ലൈഡുട്ടൻ ഇപ്പം ഗോൾഡൊക്കെ എടുത്തു. പിന്നെ എൻ്റെ ഈ കയ്യിൽ കിടന്ന മോതിരം കുറച്ച് ഭയങ്കരമായിട്ട് എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ടൈറ്റായി. അപ്പം ഞങ്ങൾ ഇവിടെ അടുത്തൊരു സംഭവം എന്തെങ്കിലും പണി തട്ടാനുണ്ട്. അപ്പോൾ അത് അവർ വട്ടം കൂട്ടിത്തരാൻ നോക്കും. ഞങ്ങൾ വട്ടം കൂട്ടിയിട്ട്
കേറുന്നുണ്ട് ഇപ്പൊ. വട്ടം കൂട്ടിയിട്ടില്ലേ? അപ്പൊ ശരി. ഇനിയിപ്പോ ചെട്ടിക്കാട് പള്ളിയില് ഞങ്ങൾ ക്ലൈമറ്റിൻ്റെ മാമോദിസ ഇന്നലായിരുന്നു. അപ്പം മാമോദിസ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം പോകുന്ന പള്ളി ചെട്ടിക്കാട് പള്ളിയാണ്. ഇതിന് മുമ്പ് ക്ലൈഡുട്ടൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ ആ പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പം ക്ലൈഡുട്ടൻ വന്നു കഴിയുമ്പോൾ പള്ളി ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞങ്ങൾ ചെട്ടിക്കാട്ട് പള്ളിയിലോട്ട് പോകാം. അമ്മച്ചി വണ്ടിയിലിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഇതാ ഞങ്ങൾ വീണ്ടും പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. ഇല്ല, ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്നതാണ് കേട്ടോ ഈ അടുത്തേക്കിനെ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ പോയി കുറേ ഏതാണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതിന് എന്ത് വോയിസ് ഓവർ കൊടുക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊന്നും പറയാനും കിട്ടുന്നില്ല. അത് ഞാൻ ലാസ്റ്റ് ഞങ്ങളിതേ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. പള്ളിയിലെത്തി അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പം കുർബാന തുടങ്ങിയായിരുന്നു. പിന്നെ ക്ലൈഡുട്ടൻ്റെ അച്ഛനെയൊക്കെ കണ്ടു. അച്ഛനെ കണ്ടു തലയിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നപ്പോൾ തന്നെ അവിടെ കുർബാന ഉണ്ടായിരുന്നു. കുർബാന കൂടി അവൻ ആ സമയത്ത് ഉറക്കാന്ന്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അവനിങ്ങനെ എണീറ്റ് കണ്ണൊക്കെ പൊക്കി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സൗണ്ടും ആൾക്കാരെല്ലാം കണ്ടപ്പോഴത്തേനും എല്ലാവരെയും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെ ഇവന് മറ്റേ ക്രിസ്റ്റിന് ഇപ്പോൾ പോയിട്ട് ഈ ചരട് വാങ്ങിച്ചിട്ട് വരുന്നതാണ് കേട്ടോ. അവിടുന്ന് തന്നെ ചരട് വാങ്ങിച്ചിട്ട് അവിടുന്ന് തന്നെ അച്ഛനെയും കൊണ്ട് വെഞ്ചരിപ്പിച്ച് കെട്ടാമെന്നൊക്കെ ഓർത്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചരട് വാങ്ങിച്ചത് കുറച്ച് കട്ടിയുള്ള ചരടായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് അത് തന്നെ കെട്ടി കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലോട്ട് കയറി കുർബാനയൊക്കെ കൂട്ടിയിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ. ഇറങ്ങിയിട്ട് ക്രിസ്ത്യനാണ് കേട്ടോ അവനെ പിടിച്ചുകൊണ്ടിരുന്നത്. എല്ലാം ഒന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. എടുക്കാൻ പറ്റുന്നത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് വീഡിയോ ഇവനെയും കൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ സമയം കിട്ടുന്നില്ല. ഇവൻ ഇടയ്ക്ക് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ പുറകെ പോകേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേനും അവിടെ ഇങ്ങനെ ഓരോ ആൾക്കാർ അവരുടെ സാക്ഷ്യവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോട്ടോ ഉൾപ്പെടെ കുഞ്ഞു പിള്ളേരുടെ ഫോട്ടോ ഉൾപ്പെടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ കയറി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഒന്ന് കണ്ടു. പിന്നെ ഞാൻ ഇപ്പോൾ 2 തവണ പോയിട്ടുള്ളൂ കേട്ടോ. ഇവർക്ക് ഇവിടെ നേരത്തെ തൊട്ടേ ഇവിടെ ആയിരുന്നതുകൊണ്ട് ക്രിസ്റ്റിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് അരമണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ അവിടുന്ന് നേർച്ച കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേർച്ച ചോറൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് പോന്നു. പിന്നെ തിരി കത്തിക്കണമായിരുന്നു. തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു 6:30 ആയപ്പോഴാണ് കേട്ടോ പോകുന്നത്. തിരിച്ച് വന്നത് വീട്ടിലൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും എത്തി കേട്ടോ. ഇനിയിപ്പോൾ ഈ മാസം എന്നാണെന്ന് തോന്നുന്നു അവിടുത്തെ പുണ്യാളൻ്റെ തിരുനാളാണ്. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് പോകാനൊന്നും പറ്റില്ല. അത് കാരണമാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ പോയിട്ട്. ഈ വീഡിയോ ഇപ്പോൾ കയറുന്നതാ. ഇത് ഞാൻ ഇതിന് മുൻപ് ഞങ്ങൾ പള്ളിയിൽ ചെല്ലുന്ന സമയത്താണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ പെട്ടെന്നൊന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് ഇട്ടപ്പോഴത്തേനും പിന്നെ ഇനിയിപ്പോൾ ഇത് ആദ്യം തൊട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ. വോയിസ് ഓവർ അങ്ങ് കൊടുക്കുകയാണ്. ഞങ്ങൾ പള്ളിയിലോട്ട് കയറി ചെല്ലുന്ന ഭാഗമാണ്. സത്യം പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇതിന് മുൻപ് വന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അച്ഛനെ കണ്ട് പള്ളിയിൽ വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞ് കേട്ടോ. ചരട് വാങ്ങിച്ചത് വെഞ്ചരിച്ചു. പിന്നെ ഞങ്ങൾ ക്ലൈഡുട്ടൻ്റെ തലയ്ക്ക് പിടിച്ച് നമ്മുടെ എല്ലാവരുടെയും തലയ്ക്ക് പിടിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വീട്ടിലെത്തി. പിന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി. ഇന്ന് നമ്മൾ ഇടയ്ക്ക് പോയേ പോയി കൈഡൂട്ടിന് ഗോൾഡ് എടുത്തു, കൈഡൂട്ടിന് ചെയിൻ എടുത്തു, പിന്നെ കൈഡൂട്ടിന് തളയെടുത്തു. പിന്നെ ഞങ്ങൾ ചെട്ടിക്കാട് പള്ളിയിൽ പോയി. അവിടുന്ന് എന്താ കൈഡൂട്ട കഴിച്ചത്? ചോറ് കഴിച്ചു. എന്നിട്ട് ഞങ്ങളിത് വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയ്ക്ക് കാണാതിരിക്കും. ബൈ.